യോഗയിലുള്ള മിക്ക എക്സസൈസുകളും മുഖത്തിൻ്റെ ഗ്ലാമർ വർദ്ധിപ്പിക്കുന്നവയാണ്. മുഖകാന്തി വർദ്ധിപ്പിക്കുന്ന എക്സസൈസുകളാണ്. പ്രത്യേകിച്ച് പുറകോട്ട് വളയുന്ന എക്സസൈസുകൾ. മിനിമം 11 റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിരിക്കും. നമ്മൾ കുട്ടികളുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു എക്സസൈസാണ്. ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമഴ്ന്ന് കിടന്നിട്ടുള്ള എല്ലാ ആസനങ്ങളും സഹായിക്കുക. അതിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള മറ്റൊന്നാണ് മനസ്സും ശരീരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം യോഗാശാസ്ത്രം ഊന്നൽ കൊടുക്കുന്നുണ്ട്. പതഞ്ജലി മഹർഷി യോഗശ്ചിത്തവൃത്തി നിരോധ എന്നാണ് നിർവചനമായിട്ട് യോഗയ്ക്ക് പറയുന്നത്. ചിത്തവൃത്തികൾ എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക വഴി പഞ്ചമഹാക്ലേശങ്ങളിൽ നിന്നും മുക്തി കിട്ടും. അങ്ങനെയാണ് യോഗയിൽ മനസ്സ് ശാന്തമാകുന്നതും അതുപോലെ അതിലൂടെ ശരീരത്തിനും ധാരാളം പ്രയോജനം കിട്ടുന്നതും. മനസ്സ് എങ്ങനെയാണോ അങ്ങനെയാണ് ശരീരം. മനസ്സ് പ്രക്ഷുബ്ധമായാൽ ശരീരവും പലതരത്തിലുള്ള പ്രക്ഷുബ്ധതകൾ കാണിക്കും. അത് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം യോഗയിൽ ഊന്നി പറയുന്നുണ്ട്. ശരീരത്തിലുള്ള വ്യായാമങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് മനസ്സിന് പ്രയോജനം കിട്ടും. അല്ലെ മാനസികമായിട്ടുള്ള പ്രാണിക്കായിട്ടുള്ള അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസുകളെല്ലാം ശരീരത്തിനും പ്രയോജനം ചെയ്യും. ഈ ശരീരവും മനസ്സും തമ്മിലുള്ള പരസ്പര ബന്ധം യോഗയിൽ വളരെ പ്രധാനമായിട്ട് ഇത് ഊന്നി പറയുന്നുണ്ട്. ഇപ്പോൾ യോഗ ആർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ്. യോഗയിൽ വ്യായാമങ്ങളാണെങ്കിൽ പോലും കൊച്ചു കുട്ടികൾ തുടങ്ങി വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് വരെ എല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസുകളാണ് യോഗയിലുള്ളത്. അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്കും ഗർഭിണികൾക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സസൈസുകൾ യോഗയിലുണ്ട്. ഇപ്പോൾ യോഗ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഹഠയോഗ പ്രദീപയിൽ സ്വാമി സാത്മാരാമൻ പറയുന്നുണ്ട്. യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ആരുമില്ല. യോഗ എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ മാത്രമേ യോഗ ചെയ്യാൻ പറ്റാത്തേ ഉള്ളൂ. അല്ലാതെ ഏത് സമയത്തും യോഗ ചെയ്യാം. എവിടെ വെച്ച് എപ്പോഴും ചെയ്യാവുന്ന ഒന്നാണ് യോഗാസനങ്ങൾ. ഇപ്പോൾ യോഗയിൽ നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥത മാറ്റാനായിട്ട് അനേകം ടെക്നിക്സ് ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്ന് ബാലൻസിങ് പോസ്റ്റർ എന്ന് പറയും, സന്തുലനാസനം. ഇത് മനസ്സിനെ ശാന്തമാക്കും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും അത് നോർമലാക്കും. ഈ സന്തുലനാസനം ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ശശാങ്കാസനം എന്ന് പറയുന്നതാണ് ബലാസനം. അതുപോലെ ശശാസനം ഇതെല്ലാം മനസ്സിനെ ശാന്തമാക്കുന്ന പൊസിഷൻസാണ്. യോഗയിലുള്ള എല്ലാ എക്സസൈസുകളും റിലാക്സേഷൻ ടെക്നിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. റിലാക്സേഷൻ നൽകുന്നവയാണ് മുഴുവൻ എക്സസൈസുകളും. അതുപോലെ തന്നെ അവയെല്ലാം എനർജൈസേഷൻ ടെക്നിക്സുമാണ്. എനർജി കിട്ടും, ഒപ്പം റിലാക്സേഷനും കിട്ടും. അപ്പോൾ നമുക്ക് സന്തുലനാസനം ചെയ്യണ എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നമ്മുടെ മനസ്സും ശരീരവും ഒരേ താളത്തിലല്ല. അപ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും താളം പ്രപഞ്ച താളവുമായിട്ട് ഒന്നിപ്പിക്കുന്ന ആസനമാണിത്. ഇതിനെ കൈ ഇതുപോലെ വിരിച്ച് പിടിക്കണം. കൈ നമ്മുടെ ഫ്ലോറിന് പാരലായിട്ട് പിടിക്കണം. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അത് ശ്വാസം എടുത്തുകൊണ്ട് വലതോട്ട് തിരിയണം. വലതോട്ടേ തിരിയാവോ. നിറയെ ശ്വാസം എടുക്കണം, തിരിയണം. ഇത് ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും സാവധാനം മുന്നോട്ട് തിരിയണം. ഇത് ഒരു റൗണ്ടായി. ഇതുപോലെ മിനിമം 11 റൗണ്ട്സാണ് ചെയ്യേണ്ടത്. അപ്പം ശ്വാസം എടുത്തുകൊണ്ട് തിരിയണം, നിറയെ ശ്വാസം എടുക്കണം, ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തിരിയണം. ഇത് മിനിമം 11 റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിരിക്കും. മിനിമം 11 മാക്സിമം 21 വരെ ചെയ്യാം. ഇത് ചെയ്യണമെന്ന് അനേകം പ്രയോജനങ്ങളുണ്ട്. മനസ്സ് ശാന്തമാവും, മനസ്സ് സ്വസ്ഥമാവും, മനസ്സും ശരീരവും ഒരേ താളത്തിൽ വരും, പ്രപഞ്ച താളത്തിൽ. ഇത് കൂടുതൽ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഇത് മനസ്സ് ഏറ്റവും ശാന്തമാവും. അതുപോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ബ്ലഡ് പ്രഷർ നോർമലാവും. 11 റൗണ്ട്സ് കഴിയുമ്പോൾ ചെക്ക് ചെയ്താൽ ബ്ലഡ് പ്രഷർ കൂടുതലാണേലും കുറവാണേലും നോർമലായിരിക്കും. ഏറ്റവും പ്രയോജനമുള്ള ഒരു ആസനമാണ്. ആർക്കും ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള ആസനമാണ്. തിരിയുന്നത് പതിയെ തിരിയാവുള്ളൂ, പെട്ടെന്ന് തിരിയരുത്. ശ്വാസം എടുത്തുകൊണ്ട് തിരിയണം, നിറയെ എടുക്കണം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ തിരിയണം. ധൃതി കൂട്ടി ചെയ്യരുത്. സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറങ്ങും. ഇപ്പം ശശാങ്കാസനം അല്ലെങ്കിൽ ബാലാസനം, ശിശു ആസനം എന്നൊക്കെ പറയും, ചൈൽഡ്സ് പോസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. കാൽപാദത്തിലേക്ക് ഉറച്ചിരിക്കണം, കൈ നീട്ടി കൂപ്പി ചെയ്യുന്നത് ശശാസനം. ശശം എന്ന് പറഞ്ഞാൽ മുയലാണ്. എന്ന് നമസ്കാരാസനം, പ്രണാമാസനം എന്നെല്ലാം പറയും. ഇതിനേക്കാൾ കൂടുതൽ പ്രയോജനം കിട്ടുന്നതാണ് ശശാങ്കാസനം. ഇത് കൈ രണ്ടും പുറകോട്ട് നീട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് നീട്ടി വെച്ച് ഇത് ചെയ്യാം. പിന്നെ ഇരുന്നിട്ട് നിറയെ ശ്വാസം എടുക്കണം, ശ്വാസം പതിയെ വിടണം. പിന്നെ ശിശു ആസനം, ബാലാസനം എന്നെല്ലാം പറയും. ശശാങ്കാസനത്തിന് ശശാങ്കം എന്ന് പറഞ്ഞാൽ ശിശു എന്നർത്ഥം. ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ ശ്വാസം എടുക്കണം, ശ്വാസം പതിയെ വിടാവും.
ശ്രദ്ധിക്കേണ്ടത് രണ്ട് പുരികത്തിൻ്റെയും മധ്യത്തിലാണ്. മനസ്സ് കൊച്ചു കുട്ടികളുടെ മനസ്സ് പോലെയാവും. ക്ഷമ വർദ്ധിക്കും, ടെൻഷൻ സകലും, ഏകാഗ്രത വർദ്ധിക്കും, ഈഗോയൊക്കെ മാറും, മനസ്സ് ശാന്തമാവും, മനസ്സ് സ്വസ്ഥമാവും. ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ടെൻഷൻ ഉള്ളപ്പോഴും ക്ഷമയില്ലാത്തപ്പോഴൊക്കെ അനേകം പ്രയോജനങ്ങളുള്ള ആസനമാണ്. ഇനി ഇരിക്കുമ്പോൾ എല്ലാ ആന്തരിക അവയവങ്ങൾക്കും ഗ്രന്ഥികൾക്കും മാക്സിമം ഉത്തേജനം ലഭിക്കുന്നുണ്ട്. ഇത് അനേകം പ്രയോജനങ്ങൾ നമുക്ക് ഉദര രോഗങ്ങളൊക്കെ മാറ്റാനായിട്ട്, മലബന്ധം മാറ്റാനായിട്ട് സഹായിക്കും. വയറ് കുറയ്ക്കാൻ, നട്ടെല്ലിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ, നട്ടെല്ലിൻ്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആസനമാണ് ഇത്. ഇതുപോലെ കിടക്കണം. ഇത് കൈകൾ തലയ്ക്ക് പുറകിൽ പിടിക്കണം, വിരലുകൾ കോർത്ത് ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തണം, തല ഉയർത്തണം, കാല് രണ്ടും മടക്കണം, കാല് നിവർത്തി ഉയർത്തി പിടിക്കണം. പെട്ടെന്ന് കാല് താഴ്ത്തരുത്. നിർത്തി നിർത്തി ഓരോ ഇഞ്ചും നിർത്തണം. നിർത്തി നിർത്തി താഴ്ത്തണം. ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി താഴും പോലെ 1 സെക്കൻഡിൽ 1 ഇഞ്ച്. നിർത്തി നിർത്തി. ഇത് വയറ് കുറയും, നട്ടെല്ല് നിവരും, എല്ലാ ഉദരരോഗങ്ങളും മാറും. നട്ടെല്ലിൻ്റെ ബലം മാക്സിമം വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇതിനെ മേരുദണ്ഡാസനം എന്നാണ് പറയുക. മേരുദണ്ഡം എന്ന് പറഞ്ഞാൽ നട്ടെല്ലാണ്. നട്ടെല്ലിന് വേണ്ടി മാത്രമുള്ളൊരു എക്സസൈസാണ്. ഒപ്പം ഉദരപേശികളുടെ ബലം, അരക്കെട്ടിൻ്റെ ബലമൊക്കെ വർദ്ധിക്കും. അതുകൊണ്ട് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തണം. കാല് രണ്ടും മടക്കണം, കൈ തലയിലേക്ക് തള്ളണം, കാല് നിവർത്തി ഉയർത്തി പിടിക്കണം. പെട്ടെന്ന് താഴ്ത്തരുത്. നിർത്തി നിർത്തി ഓരോ സെക്കൻഡിൽ ഓരോ ഇഞ്ച്. നിർത്തി നിർത്തി ചെയ്യണം. പതിയെ താഴ്ത്തണം. ഇത് മിനിമം 11 പ്രാവശ്യം ചെയ്യേണ്ട എക്സസൈസാണ്. തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ അല്പം അടിവയറ്റിൽ വേദന, അതെ ബോഡി പെയിനൊക്കെ ഉണ്ടായെന്നിരിക്കും. ചെയ്യുമ്പോൾ മാറിക്കോളും. ഇപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് കമഴ്ന്ന് കിടന്നിട്ടുള്ള ആസനങ്ങളെല്ലാം സഹായിക്കും. കമഴ്ന്ന് കിടന്നിട്ട് അനേകം ആസനങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രയോജനമുള്ള ഒന്നാണ് ഉരകാസനം. ഇത് കൈ തലയ്ക്ക് പുറകിൽ വിരലുകൾ കോർത്ത് പിടിക്കണം, കൈമുട്ട് വിരിഞ്ഞ് നിൽക്കണം, കാല് ചേർന്ന് ചെരിയണം, വലതോട്ട് ഇടതോട്ട്. കൈമുട്ട് വിരിഞ്ഞ് നിൽക്കണം, കാല് മാറരുത്. കൈമുട്ട് വിരിച്ച് പിടിക്കണം, കൈമുട്ട് താഴ്ത്തി കൊടുക്കണം 2 സൈഡിലും. കൈമുട്ട് വിരിഞ്ഞ് കാല് ചേർന്ന്, കാല് മാറ്റരുത്, കൈമുട്ട് വിരിഞ്ഞ് നിൽക്കണം. ഉരകാസനത്തിൻ്റെ ഒരു വേരിയേഷനാണ്. കൈമുട്ട് താഴ്ത്തി കൊടുക്കണം 2 സൈഡിലും. കൈമുട്ട് വിരിഞ്ഞേ നിൽക്കാവൂ, കാല് ചേർന്ന് നിൽക്കണം. ഓരോ വശത്തേക്കും മിനിമം 11 പ്രാവശ്യം ചെയ്യേണ്ട എക്സസൈസാണ്. വലതോട്ട് ഇടതോട്ട്, കൈമുട്ട് വിരിഞ്ഞ് കാല് ചേർന്ന്. ഇത് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് കൈ നീട്ടി കൂട്ടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ റോള് ചെയ്യാൻ പറ്റും. വലതോട്ട് ഇടതോട്ട് 2 വശത്തേക്കും റോള് ചെയ്യാം. ഇത് പാൻക്രിയാസിന്, ആന്തരിക അവയവങ്ങൾക്ക്, ഗ്രന്ഥികൾക്ക് എല്ലാം മാക്സിമം ഉത്തേജനം കിട്ടും. ഇത് സ്പേസ് ഉള്ളപ്പോൾ കൂടുതൽ റോൾ ചെയ്ത് പോകാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ശയനപ്രദക്ഷിണം പോലെ. ഇത് ഒത്തിരി പ്രയോജനമുള്ള ആസനമാണ്. കാരണം അങ്ങനെ റോൾ ചെയ്യുമ്പോൾ എല്ലാ ആന്തരിക അവയവങ്ങൾക്കും ഗ്രന്ഥികൾക്കും മാക്സിമം ഉത്തേജനം കിട്ടും. കൂടുതൽ റോൾ ചെയ്യാൻ ശരീരത്തിന് മൊത്തം മസാജ് കിട്ടും, ഫുൾ മസാജ് കിട്ടും, ഫ്രീ മസാജ് കിട്ടും. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമഴ്ന്ന് കിടന്നിട്ടുള്ള എല്ലാ ആസനങ്ങളും സഹായിക്കും. അതിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള മറ്റൊന്നാണ് ഭുജംഗാസനം. ഭുജംഗം എന്ന് പറഞ്ഞാൽ മൂർഖനാണ്. മൂർഖൻ ഉയരം മാതിരി ഉയരണം, കൈ കുത്തിയിട്ട് പുറകോട്ട് വളയണം, മുഖം മുകളിലേക്ക്. കാല് രണ്ടും മടക്കണം, മാക്സിമം മടക്കുക. പതിയെ താഴ്ത്തണം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തലയും നെഞ്ചും ഉയർത്തി പുറകോട്ട് വളയണം, മുഖം മുകളിലേക്ക്. കാലും മടക്കണം. ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. സപ്പോർട്ട് ഇല്ലാതെ കൈ നീട്ടി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. സപ്പോർട്ട് ഇല്ലാതെ ഉയരാൻ കഴിയണം. ശ്വാസം എടുത്തുകൊണ്ട് വയറേ കുത്തി പൊങ്ങണം, പതിയെ താഴണം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം, പതിയെ താഴണം. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റും. കൈ ഇതുപോലെ മുന്നിൽ വെച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. പത്തി വിടർത്തി എന്നൊരുക്കൻ താഴണം. വീണ്ടും
ആട്ടി പൊക്കുക, മാക്സിമം ഉയരണം, പതിയെ താഴണം. ഇപ്പം കമഴ്ന്ന് കിടന്ന് മറ്റ് ആസനങ്ങളുണ്ട്. ധനുരാസനം, ശലഭാസനം, ഇതുപോലുള്ള ആസനങ്ങളെല്ലാം ഷുഗർ കുറയ്ക്കും. ഇത് പുറകോട്ട് വളയുന്ന എല്ലാ ആസനങ്ങളും ഷുഗർ കുറയ്ക്കുന്നവയാണ്. നമ്മൾ കുട്ടികളുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു എക്സസൈസാണ് നമ്മൾ ഉയർത്ത വിടുന്ന ഒരു എക്സസൈസാണ്. ഇത് പഴയകാലത്ത് യോഗയിലുള്ള ഒരു എക്സസൈസാണ്. ഇത് നമ്മൾ ചെവിയേൽ ആദ്യം പിടിക്കണം, നമ്മുടെ വലതേ ചെവിയേൽ പിടിക്കണം, അല്ലെങ്കിൽ ഇടതേ ചെവിയേലും പിടിക്കണം. ചെവിയിൽ പിടിച്ച് വലിക്കുമ്പോൾ ബ്രെയിൻ ഉണരും. അതുകൊണ്ട് ചെവി നന്നായിട്ട് വലിക്കണം. കാലിൻ്റെ വിരലുകൾ ഉയരണം. കാലിൻ്റെ വിരൽ പുറകോട്ട് മടങ്ങുമ്പോഴും ബ്രെയിൻ ഉണരും. കാലിൻ്റെ വിരലെ നിൽക്കണം. എന്നിട്ട് സാവധാനം ഇരിക്കണം, കുനിയണം, തല താഴ്ത്തി കൊടുക്കണം, താടി നെഞ്ചത്ത് പ്രസ് ചെയ്യണം, ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കാലിൻ്റെ വിരലേൽ ഉയരണം, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴണം. താഴുമ്പോൾ തല താഴ്ത്തി കൊടുക്കണം, താടി നെഞ്ചത്ത് പ്രസ് ചെയ്യണം, ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. ഇത് മിനിമം 11 പ്രാവശ്യം ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കും, ഉന്മേഷം കിട്ടും. ഇത് ബ്രെയിനിൻ്റെ 3 പ്രവർത്തനങ്ങൾ: ഗ്രാസ്പിംഗ് പവർ, ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്, പോലെ അനലൈസിങ് പവർ, ബുദ്ധിശക്തി, പോലെ റിട്ടൈനിങ് പവർ, ഓർമ്മശക്തി, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു എക്സസൈസാണ്. ഇത് ചെയ്യുമ്പോൾ ഇവിടെ നാക്ക് പല്ലിന് പുറകിലേക്ക് തള്ളിപ്പിടിച്ചാൽ ഇരട്ടി പ്രയോജനം കിട്ടും. യോഗയിലുള്ള മിക്ക എക്സസൈസുകളും മുഖത്തിൻ്റെ ഗ്ലാമർ വർദ്ധിപ്പിക്കുന്നവയാണ്, മുഖകാന്തി വർദ്ധിപ്പിക്കുന്ന എക്സസൈസുകളാണ്. പ്രത്യേകിച്ച് പുറകോട്ട് വളയുന്ന എക്സസൈസുകൾ, ചക്രാസനം, ഉഷ്ട്രാസനം, നേരത്തെ ചെയ്ത ഭുജംഗാസനം, അതുപോലെ നട്ടെല്ല് പുറകോട്ട് വളയ്ക്കുന്ന എല്ലാ എക്സസൈസുകളും, അതുപോലെ തല മുന്നോട്ട് കുനിക്കുന്ന എല്ലാ എക്സസൈസുകളും ഇവിടെ മുഖത്തിൻ്റെ ഗ്ലാമർ വർദ്ധിക്കും. ഒരു ശലഭാസനമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ താടി നിലത്ത് പ്രസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. താടി പ്രസ് ചെയ്യുമ്പോൾ മുഖം കൂടുതൽ സുന്ദരമാവും. ഇത് മെഡിറ്റേഷനൊക്കെ കഴിയുമ്പം ഇത് കൈ തിരുമ്മിയിട്ട് മുഖത്തേക്ക് വയ്ക്കും. അപ്പോൾ അന്നേരം പോസിറ്റീവ് എനർജി മുഖത്തേക്ക് വരും, മുഖം കൂടുതൽ സുന്ദരമാവും. അപ്പോൾ മുഖത്തിൻ്റെ ഗ്ലാമർ വർദ്ധിപ്പിക്കുന്ന മുഴുവൻ എക്സസൈസുകളും യോഗയിലുണ്ട്. സർവാംഗാസനം, ശീർഷാസനം, തല തിരിഞ്ഞിട്ടുള്ള ആസനങ്ങളാണ്. മുഖത്തേക്ക് ധാരാളം ബ്ലഡ് സപ്ലൈ വരും. അതുകൊണ്ട് ഇത് മുഖകാന്തി വർദ്ധിക്കുമെന്ന് മാത്രമല്ല എല്ലാ ശാരീരിക പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ആസനങ്ങളാണ് സർവാംഗാസനം, പോലെ ശീർഷാസനം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ ആസനങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 പുരികത്തിൻ്റെയും മധ്യത്തിലാണ്. അവിടെയാണ് ഇച്ഛാശക്തിയുടെ കേന്ദ്രം, മനസ്സിൻ്റെ കേന്ദ്രം. അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കും. അതുകൊണ്ട് അവിടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കേന്ദ്രം, മനസ്സിൻ്റെ കേന്ദ്രം, ഇച്ഛാശക്തിയുടെ കേന്ദ്രം, പോലെ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ കേന്ദ്രം. അതുകൊണ്ട് ആസനങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ഒരു ഗുരുവിൻ്റെ മേൽനോട്ടം ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റായിട്ട് ചെയ്യും. സ്ലോ മൂവ്മെൻറ്റ്സ്, സ്ലോ ബ്രീതിങ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫാസ്റ്റായിട്ട് പോകാനുള്ള പ്രവണതയുണ്ട്. ഇപ്പോൾ സ്പീഡ് യോഗ, പവർ യോഗ എന്നൊക്കെ പറഞ്ഞ് എറോബിക്കലായിട്ട് ഒത്തിരി യോഗകൾ പഠിപ്പിക്കേണ്ടത്. അതെല്ലാം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും.